ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആകുമ്പോൾ ലൈഫ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. മൈത്രി മൂവി മേക്കേഴ്സ്, അതായത് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ തന്നെയാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ട്രെയിലർ പുറത്തുവിട്ടത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം 14 മില്യൺ വ്യൂസും കടന്ന് ട്രെയിലർ മുന്നോട്ട് കുതിക്കുകയാണെന്ന് പറയാം. ആദിക് രവിചന്ദ്രൻ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആദിക് രവിചന്ദ്രൻ്റെ ഫാൻ ബോയ് സംഭവം, അതായത് അജിത്തിൻ്റെ ഒരു ഫാനാണ് ആദിക് രവിചന്ദ്രൻ. അദ്ദേഹം ഒരു ഫാൻ ബോയ് സംഭവമായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അജിത്തിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ ട്രെയിലറിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, അജിത്തിൻ്റെ മുൻകാല ചിത്രങ്ങളുടെ എല്ലാ റെഫറൻസാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. മങ്കാത്ത ആയിക്കോട്ടെ, അതോടൊപ്പം വാലി, അതോടൊപ്പം ദീന, അങ്ങനെ മുൻകാല ചിത്രങ്ങൾ, ബില്ല, മുൻകാല ചിത്രങ്ങളുടെ എല്ലാ റെഫറൻസുകളും നമുക്കും ഡയലോഗ്സൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. മങ്കാത്ത ഡയലോഗ്സൊക്കെ പറഞ്ഞ്, അതായത് വില്ലൻ കാർത്തികേയ നെഗറ്റീവ് റോളാണെന്ന് തോന്നുന്നു. കാർത്തികേയ ദിസ് ഈസ് മൈ ഗെയിം എന്നൊക്കെ പറയുന്നത് മങ്കാത്ത ഡയലോഗ്. അതോടൊപ്പം കൈയിറുക്കും കാലിറുക്കും എന്ന് പറയുന്നത് ദീന ഡയലോഗ്, അജിത്ത് പറയുന്ന ഡയലോഗ്. അങ്ങനെ നിരവധി റെഫറൻസുകൾ മുൻകാല ചിത്രങ്ങൾ, പ്രഭു പറയുന്ന ഡയലോഗ്, അതായത് വില്ലായ്ക്കാത്ത ഡയലോഗ്, അങ്ങനെ മുൻകാല ചിത്രങ്ങളുടെ നിരവധി റെഫറൻസുകളാണ് നമുക്ക് ഈ ചിത്രത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിച്ചത്. ഡയലോഗ്സ് എല്ലാം മുൻകാല ചിത്രങ്ങളുടെ അതേ ഡയലോഗുകളൊക്കെയാണ് ഇതിലും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മാഷപ്പ് പോലെയാണ് എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതായത് പുതിയൊരു ചിത്രത്തിൻ്റെ ട്രെയിലർ എന്നതിലുപരി ഒരു മാഷപ്പ്, അജിത്തിൻ്റെ ഇതുവരെയുള്ള ചിത്രങ്ങളുടെ എല്ലാം കൂടി ഒരു മാഷപ്പ് കണ്ടാൽ എങ്ങനെ ഇരിക്കും, ആ രീതിയിലാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഇനി ചിത്രത്തിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതൊക്കെ മേ ബി നമുക്ക് 10-ാം തീയതിയെ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഏതായാലും അജിത്തിൻ്റെ ഫാൻസിന് വേണ്ടി എടുത്തൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അജിത്തിൻ്റെ ഫാൻസിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ചിത്രത്തിലുടനീളം ചെയ്തു വെച്ചിരിക്കുന്നതും. പിന്നെ ഒത്തേറുവ താര എന്നുള്ള ആ ഒരു പാട്ടിലൂടെയാണ് ട്രെയിലർ മൊത്തം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ഒരു ഫ്രഷായിട്ട് തോന്നി. കാരണം പഴയകാല ആ ഒരു ഹിറ്റ് സോങ് വീണ്ടും ഈ ഒരു ട്രെയിലറുടനീളം ആ ഒരു പാട്ടിൻ്റെ രീതിയിലാണ് ട്രെയിലർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെയധികം ഒരു വൈവായിട്ട് നമുക്ക് അനുഭവപ്പെട്ടെന്ന് പറയാം. ഏതായാലും ആ ഒരു ഐറ്റം ഇനി റീൽസിൽ അടക്കി ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അജിത്തിൻ്റെ പല ഗെറ്റപ്പുകൾ കാണുവാനായിട്ട് സാധിച്ചു. നല്ല അദ്ദേഹത്തിൻ്റെ എപ്പോഴും പോലത്തെ ആ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. AK എന്നുള്ള ആ ഒരു ഇതും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ആദിക് രവിചന്ദ്രൻ്റെ ഷുവർ ഫാൻ ബോയ് സംഭവമാണ് ചിത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫാൻസിന് വേണ്ടിയുള്ളൊരു ട്രീറ്റായിട്ടാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഫൈറ്റ് സീൻസും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. GB പ്രകാശിൻ്റെ മ്യൂസിക്കും കൂടെ ആകുമ്പോഴേക്കും വേറെ ലെവലിൽ പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇനി കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ഇതുള്ളൂ. കാരണം ട്രെയിലറെല്ലാം ഫുള്ള് മാഷപ്പ് പോലെ കണ്ടപ്പോൾ ഇനി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന കാര്യത്തിലിരിക്കും സിനിമയുടെ ബോക്സ് ഓഫീസിലെ പ്രകടനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുന്നോട്ട് ഓപ്പണിംഗ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുമെങ്കിലും ഓപ്പണിംഗ് ഒക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷേ മുന്നോട്ട് പോകണമെങ്കിൽ കണ്ടൻറ് ഉണ്ടെങ്കിലേ ഇപ്പോഴത്തെ സിനിമകളെല്ലാം ഹിറ്റാവുകയുള്ളൂ. അത് ട്രെയിലറിലൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. മേ ബി ചിത്രത്തിൽ അത് ഒളിപ്പിച്ച് വിട്ടിട്ടുണ്ടാകും ആദിക് രവിചന്ദ്രൻ എന്നാണ് കരുതുന്നത്. കാരണം മാർക്കനവിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന പ്രത്യേകതയുമുണ്ട്. ഏതായാലും അതോടൊപ്പം മങ്കാത്തലെ തൃശ പറയുന്ന ഡയലോഗ് എല്ലാം മങ്കാത്ത റെഫറൻസാണ്. തൃശയുടെ ഒത്തിരി ആർട്ടിസ്റ്റിനെ നമുക്ക് കാണുവാൻ സാധിച്ചു. തൃശ, സുനിൽ, ജാക്കി ഷിറോഫ്, അതോടൊപ്പം എമ്പുരാനിൽ അഭിനയിച്ച പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച ആ ഒരു അത് നടന്, പിന്നെ ആ കൽക്കിയിലെ അത് തന്നെ, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. കാർത്തികേയ, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളുടെ ഒരു പട്ടാളമാണ് ചിത്രത്തിലുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം നിരാശപ്പെടുത്തുകയില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ടീസർ വൻ വരവേൽപ്പായിരുന്നു, പാട്ടുകളും വൻ ഹിറ്റായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ ട്രെയിലറും കൂടെ വന്നപ്പോൾ ടീസറിൻ്റെ അത്ര ട്രെയിലർ എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ലെങ്കിലും അവർ മാഷപ്പ് പോലാണ് തോന്നിയെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കണ്ടൻറ്റ് വൈസാണ് ഇനി മുന്നോട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും ഗുഡ് ബാഡ് അഗ്ലി അജിത്തിൻ്റെ ഒരു സ്റ്റൈലിഷായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നല്ല സ്റ്റൈലിഷ് ലുക്കായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ S.A. സൂര്യ ഉണ്ട്. അങ്ങനെ നിരവധി താരങ്ങളുള്ളൊരു വലിയൊരു ചിത്രമായിട്ടാണ് ആദിക് രവിചന്ദ്രൻ ഏപ്രിൽ 10-ന് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും അന്ത ഡയലോഗൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഇന്ത ഉലകമേ നാം എവിടെ ഗുഡായിരുന്നാലും ഇന്ത ഉലകം നമ്മളെ ബാഡാക്കുന്നുള്ള ഡയലോഗൊക്കെ വളരെയധികം ഹിറ്റായിരുന്നു ടീസറിലൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും
പഴയകാല ഒരുപാട് ചിത്രങ്ങളുടെ ഹിറ്റ് ചിത്രങ്ങളുടെ റെഫറൻസ് ആയിട്ടാണ് ഈ ട്രെയിലർ ആദിത്യ രവിചന്ദ്രൻ ഓഡിയൻസിന് മുന്നിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.